ലാലേട്ടൻ്റെ എപ്പിസോഡ് തുടങ്ങി. ലാലേട്ടൻ വന്ന് എല്ലാവരും ലാലേട്ടനെ കണ്ട് എഴുന്നേറ്റ്. ലാലേട്ടൻ പറയുന്നു നോമിനേഷനിലുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെന്ന്, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു, അതായത് നോമിനേഷൻ കഴിയുന്നതിന് മുമ്പ് അടി തുടങ്ങുന്നത്, അതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഷാനവാസ് ഇത്തവണ നോമിനേഷൻ ചെയ്തതിന് എന്തൊക്കെയോ പറയുന്നത് കേട്ട്, നോമിനേഷനിൽ പേര് പറഞ്ഞതിന് ഷാനവാസിന് ഭയങ്കര സങ്കടം എന്നൊക്കെ പറയുന്നത് കേട്ട്. ഇവിടെ ആൾക്കാർ ലാലേട്ടൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ മെയിൽ ഷോമിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ അത് മെയിൽ ഷോമിനേഴ്സ് എന്ന് എന്നെയും പറഞ്ഞു. അപ്പം ഇവിടെ പറഞ്ഞത് കൂടാതെ നിങ്ങൾ അവിടെയും പോയി എന്നെ ആ പേരിൽ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഷാനവാസ് പറയും. ലാലേട്ടൻ ചോദിക്കുന്നത്, നോമിനേഷൻ വരുമ്പോൾ ഒരാളുടെ പേര് പറയാൻ പാടില്ലേ ഷാനവാസ് എന്ന് ചോദിക്കുന്നത്. എന്താ ആദിലേന്ന് ലാലേട്ടൻ ആദിലയോട് ചോദിക്കുന്നത്. ഞാനോ നൂറോ പറഞ്ഞോ എന്നുള്ള ഒരു ഇതിൽ ഭയങ്കര ഇതായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞതിന് കുഴപ്പമില്ല, പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാമെന്ന് ആദിലെ മറുപടി പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, പിന്നെ എന്ത് പറ്റി, ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ലാലേട്ടൻ എന്ന് പറയുന്നു. വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, അവർ പറഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടമെന്ന് ഷാനവാസ്. അതല്ല, അനീഷിനെയും വിളിച്ച് ഒരുപാട് സങ്കടമൊക്കെ പറയുന്നത് കേട്ടെന്ന് ലാലേട്ടൻ പറയുന്നു. അല്ലേ അനീഷ് എന്ന് പറയുമ്പോൾ അനീഷ് സംസാരിക്കാൻ തുടങ്ങി. നോമിനേഷൻ കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് ഷാനവാസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അനീഷ്. ഞാൻ ആ ഇഷ്യൂ എന്താണെന്ന് പറയുന്നില്ലെന്ന് അനീഷ്. ലാലേട്ടൻ പറയണം എല്ലാവരും കേട്ടോണ്ടിരിക്കുകയല്ലേ, ഇഷ്യൂ എന്താണെന്ന് പറയണമെന്ന് പറയുന്നു. ഞങ്ങളോട് കേൾക്കട്ടെ, ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെന്താ, പറഞ്ഞോളെന്ന് ലാലേട്ടൻ. കൂടെയുള്ള ആൾക്കാരും കൂടെ അറിയട്ടെ എന്ന് ലാലേട്ടൻ. അവരുടെ ഇഷ്യൂ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നൂറേനെയും ആദിലേയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും, നിവിൻ്റെ ഒരു കാര്യം പറഞ്ഞത് അത് റിവീൽ ആവാതിരിക്കാൻ വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഇഷ്യൂ തന്നെ ആ സമയത്ത് പറയാതിരുന്നത് എന്നാണ് ഷാനവാസ് എന്നോട് പറഞ്ഞത്. അതിനുശേഷമാണ് എനിക്ക് ഷാനവാസിനോടുള്ള ആ ഒരു മതിപ്പ് പോലും പോയത്. ലാലേട്ടൻ ചോദിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളില്ലേന്ന്. എല്ലാ കാര്യത്തിലും മതിപ്പ് പോകുന്നില്ലേ ഇപ്പോൾ എന്ന് ചോദിക്കുന്നത്. ഇത് വളരെ മോശമായിപ്പോയില്ലേന്ന് അനീഷിനോട് ചോദിക്കുന്നത്. അതേന്ന് അനീഷ്. അത് കഴിഞ്ഞിട്ട് ആദിലയും നൂറേനും രഹസ്യമായിട്ട് പോയി നിവിനുമായിട്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കി. അതുകൊണ്ട് ആദിലേനെയും നൂറേനെയും വിശ്വസിക്കാൻ പറ്റില്ല. അവർക്കെതിരെ ഇനിയും എൻ്റെ കയ്യിൽ തെളിവുണ്ട്, അത് ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുത്ത് പ്രയോഗിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഷാനവാസ് ആ സമയത്ത് എന്നോട് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിലേയും നൂറേനെയും കൂട്ടി നിർത്തി അതിനുള്ള പണി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്ന്. അങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് അനീഷ്. ആണോ നൂറ, നിങ്ങളെ പറ്റിയുള്ള രഹസ്യങ്ങളൊക്കെ ഷാനവാസിന് അറിയാമോ? അങ്ങനെ രഹസ്യങ്ങൾ അതെനിക്ക് അറിയത്തില്ല ലാലേട്ടാ, അത് ചിലപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതായിരിക്കുമെന്ന് നൂറ. അങ്ങനെ വലിയ രഹസ്യങ്ങളൊന്നുമില്ലെന്ന് ഷാനവാസ്. അപ്പോൾ അനീഷ് കള്ളം പറയാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. അനീഷ് പറയുന്നത് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് അനീഷ് പറയുന്നു. ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് അനീഷ് പറയുന്നു. അനീഷിന് അറിയാത്ത കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞോളെന്ന് ഷാനവാസ് പറയും. ഇരിക്കുമെന്ന് പറയുന്നു. ലാലേട്ടൻ അടുത്തത് നിവിനെ വിളിക്കുന്നു. നിവിൻ, നിങ്ങളൊരു ഗ്യാങ് ആണോ ഇപ്പോഴെന്ന് നിവിനോട് ചോദിക്കുന്നു. ഒരിക്കലും ഇല്ല ലാലേട്ടാ, ഞാൻ മിണ്ടുന്നെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഗ്യാങ്ങിലൊക്കെ പെടുത്താൻ പറ്റുമോ? ഈ 9 പേരോടും എനിക്ക് ഒരു ഗ്യാങ്ങും ഇല്ല, ഒരു ഗ്രൂപ്പിൽ ഞാനൊരു ഗ്യാങ് അല്ല. എങ്ങനെയുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക്? അപ്പോൾ നിവിൻ പറയുന്നത്, കിട്ടിയിട്ടില്ല, ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റനാകാൻ. ഇല്ല, ഞാൻ ചോദിച്ചത് ആ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ലാലേട്ടൻ. നല്ല രസമുണ്ടായിരുന്നു ആ കയറ് പിടിച്ച് നടക്കാനെന്ന് ലാലേട്ടൻ ചോദിച്ചു. ഇവരല്ലേ ലാലേട്ട ക്യാപ്റ്റൻസിയിൽ മത്സരിച്ചത്, ഞാനല്ലല്ലോ, ഞാനവിടെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നിവിൻ ആര് വന്നാലും അവരുടെ നടുക്ക് കയറി കിടക്കും, അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ എന്ന് ലാലേട്ടൻ. അത് ലാലേട്ട കയറിൻ്റെ നടുക്കും കയറി കിടന്നു. എന്നിട്ട് ലാലേട്ടൻ അനുമോളെ വിളിക്കുകയാണ്. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വേഗം വരാം. അപ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.